ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളൊരു എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. എക്സ്പോ മാത്രമല്ല, ഒരു ഫ്രീ സെമിനാറും കൂടി നമുക്ക് അവർ തരുന്നുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ പേര് ഇൽമെന്നാണ്. പിന്നെ അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇൽമെന്ന് പറയുന്ന പ്രോജക്റ്റ് തന്നെ എനിക്ക് ഒരു അഡ്മിഷൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഫിസിയോതെറാപ്പി BPT ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മാംഗ്ലൂരാണ് ഇട്ടിരിക്കുന്നത്, മംഗലാപുരം. അപ്പോൾ അവരുടെ ഒരു ഫ്രീ സെമിനാറും ഒരു എക്സ്പോയും അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ നമ്മളുടെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ടൈമായി 10 മണിക്കാണ് നമുക്ക് ചെല്ലേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 9:45. അപ്പോൾ അവിടെ നിന്ന് വിളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നമ്മൾ ഇറങ്ങുകയാണ്. പോയിലേക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇത്. നമ്മളുടെ ഇൽമ വഴി അലാത്ത യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അലാത്ത യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസായ ഉസ്മാൻ അലി കോടായ് ബർഗനറ്റ്, ഡോക്ടർ മിർസാൻ മസ്റൂർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ക്ലാസ് എടുത്ത് KM ഷാഫി, റാഷിദ് എന്നിവരാണ്. അവർ നമ്മളുടെ ഇൽമെന്ന പ്രോജക്റ്റിൻ്റെ ഡയറക്ടേഴ്സാണ്. നമ്മൾ ഈ വർഷവും മുൻകാലങ്ങളിലെ പോലെ തന്നെയാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇൽമിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗം ഷാഫി സാഹിബിനെ വിനീതവും ക്ഷണിച്ചോളാം. MBBS പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ്, അതല്ലെങ്കിൽ തീരുമാനിച്ച ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണോ? എല്ലാവരും നീറ്റ് എക്സാം എഴുതിയ ആളുകളാണ് അല്ലേ? ഇന്ത്യയിൽ 2023 എത്ര പേര് നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് അറിയാം? 21 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ അല്ലേ? ഇന്ത്യയിൽ എത്ര മെഡിക്കൽ സീറ്റ് ഉണ്ടെന്ന് അറിയാം? എത്ര മെഡിക്കൽ സീറ്റ് ഉണ്ടാവും ടോട്ടൽ? പ്രൈവറ്റ് എല്ലാം ചേർത്ത് 1,04,000 സീറ്റാണ് ഇന്ത്യയിൽ ആകെ അടിച്ചു കൂട്ടി പെറുക്കിയാൽ മെഡിക്കൽ സീറ്റ് ഉള്ളത്. MBBSന് ഇന്ത്യയിൽ ആകെ സീറ്റ് ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യം നീറ്റ് എഴുതിയ കുട്ടികളില്ലേ, അവർ ജസ്റ്റ് ക്വാളിഫൈഡ് ആയ ആളുകളെ പോലെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തണം. ആദ്യമായിട്ട് നീറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MBBSന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വിദേശത്ത് MBBS പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറയാണ്. ഒന്ന്, WHO അംഗീകാരം ഉണ്ടായിരിക്കണം പഠിക്കുന്ന സ്ഥാപനത്തിൽ. 2, നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഡിഗ്രി 5 വർഷവും ഇൻസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം? ഇംഗ്ലീഷിലായിരിക്കണം. ഇൻസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലായിരിക്കണം 5 വർഷം. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. 2, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫുള്ളി ഇംഗ്ലീഷ് ആയിരിക്കണം 50 ഇയർ. 3-മത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ പഠിക്കുന്ന രാജ്യം, അത് കിർഗിസ്ഥാൻ ആയിക്കോട്ടെ, വേറെവർ ഇറ്റ് ഈസ്, ഉസ്ബെക്ക്, ചൈന, എനിവർ ഏതായിക്കോട്ടെ, പഠിക്കുന്ന രാജ്യത്ത് കോഴ്സ് കഴിഞ്ഞാൽ ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടണം. ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടണം. നമ്മൾ MBBS പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ത്യാഗം ചെയ്യാണ് ഞാൻ എന്നുള്ള ഒരു ദൃഢവിശ്വാസം ഉണ്ടാവണം. ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടായാൽ അല്ലേ? ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടായി. അപ്പൊ അതിനാണ്
ഞങ്ങള് ഇൽമ് എന്ന് പറയുന്ന ILM, ഇനീഷ്യേറ്റീവ് ഫോർ ലേണിംഗ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് രൂപത്തിൽ കൊണ്ടുവന്നു. ഒരുപാട് കൺസൾട്ടൻസികൾ ഉണ്ട്. ആ കൺസൾട്ടൻസികളിൽ നിന്ന് വിഭിന്നമായി ഞങ്ങളെ മാറ്റി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കുട്ടികൾക്കൊരു ഹോംലി കെയർ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പുറത്തേക്ക് നിങ്ങളുടെ ഒരു കുട്ടീനെ വിടുമ്പോ രക്ഷിതാവ് എന്ന രീതിയിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു ആശങ്ക, ഒരു പേടി എന്താണ്? സുരക്ഷിതത്വം, അല്ലെ? സുരക്ഷിതത്വം. അപ്പൊ നമ്മൾ അതിനാണ് 5 വർഷം നമ്മളുടെ കൂടെ വന്നാൽ ഞങ്ങളുടെ ഒരു മാനേജ്മെന്റ് ടീം അവിടെ ഉണ്ടാവും കുട്ടികളുടെ കൂടെ. 5 വർഷം ഉണ്ടാവുന്നല്ല, ഉണ്ട്, ഉള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 5 വർഷം നിങ്ങളുടെ കൂടെ ആളുകളുണ്ട്. വൺസ് കുട്ടി മാത്രമല്ല നിങ്ങളുടെ കോണ്ടാക്ടിങ് പോയിന്റ്, പകരം അവിടെ ഉള്ള ടീമിനെ വിളിച്ചിട്ട് നിങ്ങളെ കുട്ടിയുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ക്ലാസ് പോയിക്കണം. ഇപ്പൊ ഇവരെക്കാണ്ട് ചെല്ലുമ്പോൾ, ഇവരല്ല വേറെ കുറെ കുട്ടികൾ ചെല്ലുമ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 2 മാസം, 3 മാസമൊക്കെ ഭയങ്കര വിളിയും പറച്ചിലും ഒക്കെ ആയിരിക്കും. പിന്നെ എങ്ങനെ ഈ ഒരു ദിവസമുള്ള വിളി, 2 നേരമുള്ള വിളി 1 നേരമാവും. പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഒന്നാവും. പിന്നെ ആഴ്ചയിൽ ഒന്നാവും. പിന്നെ എങ്ങനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും. അങ്ങോട്ട് വിളിക്കാൻ ഇവിടെ ലൈബ്രറിയിലാണ്, ഇവിടെ ക്ലാസ്സിലാണ്, ഇവിടെ സ്റ്റഡിയിലാണ്, അത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യാനുള്ള മാർഗം നമ്മളുടെ വഴി ഉണ്ടാകും എന്നുള്ളത്. രണ്ടാമത്തെ സുരക്ഷിതത്വങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കൺസേൺ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു നമ്മള് ഈ പറഞ്ഞ ഒരു നോൺ വെജ് ഫ്യൂഷൻ ഫുഡ് മലയാളിക്ക് കഴിക്കാൻ പറ്റിയ സാധനം 3 നേരം ഫുഡ് നമ്മൾ കൊടുക്കും. 3ാമത്തെ കേസ് സുരക്ഷിതത്വം പറഞ്ഞു, ഫുഡ് പറഞ്ഞു. 3ാമത്തെ കേസ് എന്താ വെച്ചാല് അവരുടെ ടീം ഉണ്ടാവുമല്ലോ, ഈ ടീം ഇവർക്ക് എടുക്കും മെന്ററിങ് കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഇവരുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഹോസ്റ്റലിൽ സെക്യൂരിറ്റി, അത്തരം കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട്. ഇത് നിലവിൽ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളെ കൂടെ 100 ചില്ലാൻ കുട്ടികൾ, 140ഓളം കുട്ടികൾ ഇപ്പൊ നിലവിലുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ. ഇപ്രാവശ്യം അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പുതിയ പ്രൊജക്ട് തുടങ്ങുകയാണ്. ഓൾറെഡി 50 കുട്ടികളാണ് ഈ വർഷം കൊണ്ടുപോകുക. ഒരു 10-20ഓളം അഡ്മിഷന്, 20-21ഓളം അഡ്മിഷനൊക്കെ ആയി. നമുക്ക് സ്വന്തം ഹോസ്റ്റലാണ്, നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഈ പിന്നെ എന്താ അലാത്തോ എന്ന് പറഞ്ഞാല് പിന്നെ അലാത്തോന്റെ ഇന്റർനാഷണൽ മെഡിക്കൽ ഫാക്കൽറ്റി ഡീനാണ് മിസ്റ്റർ കൊഡായ്ബർഗൻ ഉസ്മാൻ ഒലീം. ഹി വിൽ സ്പീക്ക് ആൻഡ് അഡ്രസ് വിത്ത് യു. ഇതില് 1996 മുതലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. ഞാൻ കഴിഞ്ഞൊരു 2 മാസം മുമ്പാണ് ആ യൂണിവേഴ്സിറ്റിയിൽ പോയത്. ഞാൻ മാത്രമല്ല, കേരളത്തിന്റെ മുൻ വഖഫ് ബോർഡ് ചെയർമാൻകാരില്ല, പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, പുള്ളിയാണ് ഈ പ്രൊജക്ടിന്റെ ചെയർമാൻ. ഞാനും പുള്ളിയും പിന്നെ അദ്ദേഹം കൂടിയാണ് അവിടെ പോയത്, യൂണിവേഴ്സിറ്റി കണ്ടത്. ആ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈ ക്വാളിഫൈഡ് ആണ്. അതായത് അവിടെ പിന്നെ എന്താ പറയാ, ഒരു 10 അത്യാവശ്യം ഏരിയയിൽ ഇങ്ങനെ പരന്ന് കിടക്കാണ്. സ്വിമ്മിംഗ് പൂൾ മുതൽ, ജിമ്മ് മുതൽ, പിന്നെ എന്താ പറയാ, ടേബിൾ ടെന്നീസ് കോർട്ട്, ഷട്ടിൽ കോർട്ട്, ടെറഫ്. ഇത് ഞാൻ വെറുതെ പറയാണെന്ന് നോക്കണ്ട, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കണ്ട് ആ യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി, അതിൽ കാണാൻ ഫുള്ള് എല്ലാ സംവിധാനം. ഒരു ക്യാമ്പസിന്റെ അകത്ത് എന്താ പറയാ, ഒരു അതിമനോഹരമായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ ഒരു സെറ്റ് ചെയ്ത പോലെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്തരം ക്യാമ്പസ് ആണ്. പിന്നെ അക്കാഡമിക് രംഗത്ത് അവർക്ക് ഈ യൂണിവേഴ്സിറ്റിക്ക് ഇല്ലാത്ത അക്രഡിറ്റേഷൻസ് ഇല്ല. WH ഉണ്ട്, ECFMG ഉണ്ട്, IAR ഉണ്ട്. ഇതെല്ലാം ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഇൽമിന്റെ പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൽമ് പുതിയതായിട്ട് തുടങ്ങല്ല, എല്ലാവർക്കും അറിയാം. ഇൽമ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഞങ്ങളൊക്കെ ഒരു ടീം കഴിഞ്ഞ 4 വർഷമായിട്ട് നടത്തുന്നതാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ കൊല്ലം
ഈ ഭാഗത്തു നിന്ന് തന്നെ അത്യാവശ്യം ഒരു 10-20ഓളം കുട്ടികളും നിലവിൽ ഉസ്ബക്കിലും ഇവിടെ കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് 5 വർഷങ്ങളെ കൂടെ ഉണ്ടാവും. ആ കൂടെ ഉണ്ടാവുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ക്രാഷ് ലാൻഡ് ചെയ്യാതെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുണ്ടാകും, എന്ത് വിഷയം ഉണ്ടെങ്കിലും. പിന്നെ നമ്മളെ കൂടെ കുട്ടി വന്നാൽ അവര് പഠിക്കൽ മാത്രം നോക്കിയാൽ മതി. അവര് ഫീസ് അടക്കാൻ നടക്കണ്ട, അവര് വിസ പുതുക്കാൻ നടക്കണ്ട, അവര് രജിസ്ട്രേഷൻ പുതുക്കാൻ നടക്കണ്ട, അവര് ഇൻഷുറൻസ് അടക്കാൻ നടക്കണ്ട. എല്ലാ സാധനം ആരെ ചെയ്യാൻ നമ്മളുടെ ഒരു മാനേജ്മെന്റ് അവിടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഈ വിദേശത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ എടുത്ത നിങ്ങൾ, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എനിക്ക് അറിയണത് ഞാൻ പറഞ്ഞുതരും. എന്നെ വിളിച്ചാൽ, എന്നോട് ചോദിച്ചാൽ, അറിയാത്ത ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാന്ന് പറയും, ഇല്ലാത്ത പറയും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം. ചില യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം. 2-3 കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അത് ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒന്ന്, NMC മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ക്യാമ്പസുകളാണോ നോക്കുക, WHO അംഗീകാരമുള്ളതാണോ നോക്കുക, ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ നോക്കുക, അവിടെ പിന്നെ ക്യാമ്പസിലെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ രാജ്യത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുമോ നോക്കുക. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യാം. ആ യൂണിവേഴ്സിറ്റിയിലെ ക്വാളിറ്റി, അക്കാഡമിക് ക്വാളിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ നോക്കാനുള്ള പല മാർഗങ്ങളൊന്നുണ്ട്. ആ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുക. എന്നാൽ നമ്മൾ ചെയ്യുന്നത് അവിടെ പോയി കണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അവിടെ പറ്റുമില്ല എന്ന് പഠനം നടത്തി ആ യൂണിവേഴ്സിറ്റിയുടെ ഹയർ ലെവൽ ഓഫീസേഴ്സും അവിടുത്തെ വൈസ് ചാൻസലറും റെക്ടറും ഒക്കെ ആയിട്ടുള്ള ആളുകളായിട്ട് ഡയറക്റ്റ് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഇവര് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോലും കേരളത്തിൽ വരണത്. അടുത്തതായിട്ട് നിങ്ങളോട് ഇവര് സംസാരിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി, അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ ഫാക്കൽറ്റി, മെഡിക്കൽ ഫാക്കൽറ്റിയുടെ ഡീനാണ്. കഴിഞ്ഞൊരു 2-3 ദിവസങ്ങളായിട്ട് കേരളത്തിലുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ആ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കും. Dear parents, dear students, warm greetings from Kyrgyzstan. My name is Player again. Sit here in India, but she wants to do MBBS in medicine. So for this kind of very clever students, it's a good opportunity to start. Dr. Mirza Masroor is the Faculty of Medicine in Alatha International University. He's from UP. Mirza Masroor will address. Anyway, so let me tell something about the Kyrgyzstan first. So Kyrgyzstan is one of the good countries. If you talk about country over the world, if you see, so Kyrgyzstan is the Switzerland of Central Asia. A lot of the students are going from India to Central Asia for their study, and they used to face some problems. And problem facing there, and you don't have anybody to solve that problem. But in Kyrgyzstan, you are having international faculty, especially from India. Though they are there, they take care of the student as well. In terms of study, if they have some problem, they also can solve that issues as well. So, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവർക്കും. കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞാൽ 20,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു രാജ്യമാണ്. അതിൽ ബിഷ്കേക്ക് എന്ന് പറയുന്ന തലസ്ഥാനം, അവിടെയാണ് അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. ബിഷ്കേക്ക് മാത്രം 10,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട്. അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 20 രാജ്യങ്ങളിലായിട്ട്
20ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് 500ഓളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇപ്പോൾ സ്റ്റിൽ പഠിക്കുന്നുണ്ട്. അവിടെ 5 ഇന്ത്യൻ അധ്യാപകർ തന്നെയുണ്ട്. ഇന്റർനാഷണൽ ഫാക്കൽറ്റിയിൽ മെഡിസിനിൽ 5 ഇന്ത്യൻ അധ്യാപകരുണ്ട്. പിന്നെ നമ്മളുടെ ഈ കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഏഷ്യൻ രാജ്യം, പഴയ USSRൽ നിന്ന് വിട്ടുവന്ന രാജ്യങ്ങളിൽ പെട്ടപ്പോൾ ഒരുപാട് രാജ്യമുണ്ട്. കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇങ്ങനെ എണ്ണിയാൽ കുറെ കിട്ടുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഏറ്റവും സേഫ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുരക്ഷയുടെ കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ പീസ് ഇൻഡെക്സിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ അടുത്തൊക്കെ വരുന്ന രാജ്യമാണ് കിർഗിസ്ഥാൻ. അവിടെ ജനങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇന്ത്യൻ സ്റ്റുഡൻസിനെ പ്രത്യേകിച്ച് അവർക്ക് എന്താ പറയുക, അത്ര ഒരു റെസ്പെക്റ്റോട് കൂടിയൊക്കെയാണ് കൈകാര്യം ചെയ്യുക. ഞാനവിടെ പോയതാണ്, പോയ അനുഭവം വെച്ചാണ് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എക്സ്ചേഞ്ച് പ്രോഗ്രാം മെഡിസിനിലല്ല പറഞ്ഞു, അത് ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാമുകളെ വെച്ച് പുള്ളി അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു. We have summer schools, observership research programs for developed countries for medicine. But for now, exchange program, just they are going for summer school for 2 months, maximum 3 months. Our medical students. അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന് സമ്മർ സ്കൂളിലേക്ക് ഇന്റേൺഷിപ്പ് ടൈപ്പുള്ള എക്സ്പീരിയൻസ് പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകും. Training program we have training program. So if you are studying there and you want to have training somewhere in India as well, we have collaboration. We can put you there, you can learn the clinical part as well. So it's easy, it's not that tough. If we are Indian, so we can. അതായത് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ഡിഗ്രി കഴിഞ്ഞാൽ പാസ്സാകണമെങ്കിൽ എന്ത് വേണം? ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നെക്സ്റ്റ് എഴുതണം. സോ എല്ലാ രാജ്യത്തും എന്തുണ്ട്, ഇതുപോലത്തെ ഒരു എക്സാം ഉണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോയാൽ MOH എക്സാം ഉണ്ട്, ഫ്ലാബ് ഉണ്ട്, അമേരിക്കയിൽ USMLE ഉണ്ട്. ഇങ്ങനെ ഒരുപാട് എക്സാമുകളുണ്ട് ഓരോ രാജ്യത്തും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അവിടുത്തെ ഒരു എക്സാം ഉണ്ട്. നിങ്ങൾ ഏത് രാജ്യത്താണോ പ്രാക്ടീസ് ചെയ്യാൻ വിഷ് ചെയ്യുന്നത്, ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ ആ രാജ്യത്തേക്കുള്ള ഒരു എൻട്രൻസ്, അതായത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എൻട്രി എക്സാം ഉണ്ട്, അത് പാസ്സാകും. ഇപ്പോൾ അലാത്തോ നാഷണൽ യൂണിവേഴ്സിറ്റി USMLEക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. USMLE മീൻസ് പിന്നെ അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ലൈസൻസിങ് എക്സാം ആണത്. അതിന് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അത്രയും കൂടി നമ്മളുടെ ഭാഗത്തുനിന്ന് നെക്സ്റ്റിന് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു കുട്ടി 5 വർഷമാകുമ്പോഴേക്ക് അവര് ഈ ഒരു എക്സാമും കൂടി എന്താ പറയാ ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. USMLE എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫുള്ളൊരു എക്സാം. USMLE വൺസ് USMLEക്ക് 2 പിന്നെ ലെവലുണ്ട്, 2 ലെവലുണ്ട്. ഒരു ലെവൽ കഴിഞ്ഞാൽ തന്നെ $4000 സ്റ്റൈപ്പൻഡ് കിട്ടും. പിന്നെ എവിടെ? അമേരിക്കയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ കോച്ചിങ് നമ്മളുടെ കോഴ്സിന്റെ കൂടെ തന്നെ they will provide. കിർഗിസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ അല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഈ സർട്ടിഫിക്കറ്റ് അല്ലാതെ വാല്യൂ ഉണ്ടോ, അതോ നമ്മൾ എക്സാം എഴുതിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ? ഡിഗ്രി കഴിഞ്ഞാൽ ആസ് എ ഡോക്ടറായി പിന്നെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എഴുതണം. ഇപ്പോൾ UAE പോകണമെന്നുണ്ടെങ്കിൽ MOH എഴുതണം. അമേരിക്കയിൽ പോകണമെന്നുണ്ടെങ്കിൽ USMLE എഴുതണം. എല്ലാം ഓരോ രാജ്യത്തും ഓരോ. അത് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ ആ രാജ്യത്ത് പോകാമെന്ന് പറയുന്നത് വെറുതെ. നിങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങൾ ഒരു ഫോറിൻ പിന്നെ ഡോക്ടർ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ ബാധകമാണ്. അതേപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും. ആക്ച്വലി നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. Class will start September last week or October first week. Okay? Yeah, October first week. നമ്മളുടെ ഒരു സിസ്റ്റം അല്ല, ഒരു ക്ലാസ്സിൽ 50-60 കുട്ടികളെ പഠിപ്പിക്കുന്ന സിസ്റ്റം അല്ല.
13 to 16 ഒരു ക്ലാസ്സിൽ ഉണ്ടാകും, ബാച്ച് ആയിട്ടാണ്. ഓക്കെ, അത് എന്താ പറയുക, ഒരു യൂറോപ്യൻ സ്റ്റൈൽ ക്ലാസ് റൂംസ്, വെരി എന്താ പറയുക കംഫർട്ടബിൾ ആയിരിക്കും കുട്ടികൾക്ക്. ഹോസ്പിറ്റല് അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പ്രാക്ടീസ് ചെയ്യാം. സർ, പിന്നെ നമ്മള് ലീവിന് നാട്ടിൽ വരുമ്പോൾ പുറത്തുനിന്ന് നമുക്ക് നാട്ടില് ഏതെങ്കിലും ഒരു കോളേജിൽ, അതായത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കമ്പൽസറി ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഒരു യൂണിവേഴ്സിറ്റി ഞാൻ അന്വേഷിച്ചിട്ട് കേൾക്കാം. അതിനെപ്പറ്റി സോ അതിൽ അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാം. അങ്ങനെ ടോട്ടലി എല്ലാ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും പറയുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇവിടെ വന്ന് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നിർബന്ധമുള്ളത് അവിടുന്നാണ്. നിങ്ങളെ എന്തിൻ്റെ കൂടെയാണ്? നിങ്ങളെ 54 മന്ത് സ്റ്റഡിയുടെ കൂടെ, അക്കാഡമിക് കരിയറിൻ്റെ കൂടെ. ഓക്കെ, ഇനി അത് നിർബന്ധമുള്ള കേസ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് യു വിഷ് ടു പ്രാക്ടീസ്, അതായത് നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഒരു മെഡിക്കൽ ഗ്രൂപ്പ്, പിന്നെ എന്താ ഓർക്കിഡ് മെഡിസിറ്റി എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അവർക്ക് 5 ഹോസ്പിറ്റൽസ് ഉണ്ട്. 5 ഹോസ്പിറ്റൽസ് ഉണ്ട്, അതായത് മലപ്പുറത്ത് 2 ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒന്ന് ഓർക്കിഡ് മെഡിസിറ്റി മലപ്പുറം ടൗണിലുള്ള ഒരു മെഡിസിറ്റി ഉണ്ട്. അതേപോലെ ഇമ്പിച്ചിബാവ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് തിരൂരടുത്ത്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഈ ടീമുമായിട്ട് അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി MOU സൈൻ ചെയ്യാൻ പോവാണ്. ഇന്നലെ അതിൻ്റെ നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു മീറ്റിംഗ്, ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞു. അടുത്ത ഒരു വിത്തിൻ 2 വീക്ക് 1 വീക്ക് വി വിൽ സൈൻ എ MOU. അതായത് ഇവിടുന്ന് പോയി പഠിക്കുന്ന കുട്ടികൾ നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്ത് ഇവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇവരുടെ കൂടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിന് വരെ ജോയിൻ ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ടീച്ചേഴ്സിന് വരെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി. സമയം എന്ന് പറഞ്ഞാൽ ജൂണിലെ ഒരു ജൂലൈ ഓഗസ്റ്റാണ് വെക്കേഷൻ. 2 മാസം. 2 മാസത്തിൽ കുട്ടികൾ 55 മുതൽ 2 മാസം, 55 ദിവസം 2 മാസം വരെ ഇവിടെ നിൽക്കുക. ഇപ്പൊ നമ്മളുടെ കൂടെ ഉണ്ടായ എല്ലാ കുട്ടികളും ഉസ്ബക്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ നാട്ടിലെത്തി. അതേ ടൈപ്പ് തന്നെയാണ് ഇവിടെ. ഓക്കെ, ജൂലൈ ഓഗസ്റ്റിലാണ് വെക്കേഷൻ വരിക. ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ, നമ്മളൊരു പാക്കേജ് ഫീസ് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഇതില് കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ A to Z ആണ്. നിങ്ങളെ വിമാന ടിക്കറ്റ് അല്ലാത്ത, അവിടെയുള്ള യാത്രകളല്ലാത്ത എല്ലാം ഇൻക്ലൂഡാണ്. ഫുഡ്, അക്കോമഡേഷൻ, ട്യൂഷൻ ഫീ, പിന്നെ ഓരോ വർഷം വിസ റിന്യൂ ചെയ്യണം, അതിൻ്റെ ഫീ. ഇത് റിന്യൂ ചെയ്യാൻ മാത്രം $300 ഉണ്ട്. ഓരോ വർഷം രജിസ്ട്രേഷൻ, ഇങ്ങനത്തെ എല്ലാ ചാർജും പെടും. അവരെ എയർപോർട്ടിൽ കൊണ്ടുവക്കും, എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യും. പിന്നെ ഇവരെ സർവീസിങ്, അവിടെ മാനേജ്മെന്റ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഇവരുടെ സർവീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഫീസ് പറയുന്നത്. എന്നിട്ട് നമ്മള് ഓഫീസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. സദക്കത്ത് ആണ് ഇവിടെ നമ്മളെ റീജിയണൽ ഈ സ്ഥാപനം നടത്തുന്നത്. സദക്കത്തിന് ഇവിടെ എല്ലാവർക്കും ഒരു ഫേമസ് ആയ മനുഷ്യനാണ്, ഇവിടുത്തെ പൗരപ്രമുഖൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ മനുഷ്യനാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. സദക്കത്ത് പള്ളിമുക്കാണ്, നമ്മളെ AB അബ്ദുറഹ്മാൻജിയുടെ മകനാണ്. ഞാനും സദക്കത്തുമായിട്ട് ഒരു 10-14 വർഷത്തെ പഴക്കമുണ്ട്, പരിചയത്തിന് അല്ലേ സദക്കത്തെ. അപ്പൊ നമ്മളെ ഹെഡ് ഓഫീസ് വരുന്നത് മലപ്പുറം കോട്ടക്കലാണ്. കോട്ടക്കൽ എഡരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ കൊച്ചിയിലെ ഓഫീസുണ്ട്, പെരുമ്പാവൂര്, ഇവിടെ ഉണ്ട്, ദുബായിലുണ്ട്, പിന്നെ തലശ്ശേരിയിലുണ്ട്, കാഞ്ഞങ്ങാടുണ്ട്, പെരിന്തൽമണ്ണ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കൗണ്ടർ ഇടും. ഷാഫി സാഹിബും റാഷി സാഹിബും ഒക്കെ ഉണ്ട്, അവർ നിങ്ങളോട് സംസാരിക്കും.
ഒരുപാട് സമയം നമ്മളോടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും ഇതിൻ്റെയും പേരിൽ നന്ദി അറിയിച്ചുകൊടുക്കുന്നു. നന്ദി, നമസ്കാരം. ഗൈസ്, ഇനി നമുക്ക് ഫാക്കൽറ്റീസിനെ ഒന്ന് പരിചയപ്പെടാം. Okay. You complete your education? You are studying now. If you want to do MBBS, come to our university, okay? You will be a doctor. You will be a doctor, okay. Okay, thank you. നമ്മുടെ സെമിനാർ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പം നമ്മുടെ ഇനി അഡ്മിഷനും മറ്റ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ കൊല്ലംപൊക്കിലുള്ള സീനാസ് റോഡിലുള്ള ഇൽമിൻ്റെ ഓഫീസുണ്ട്. അവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുന്നതിന് നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നതാണ്. ഓഫീസ് നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും കൊല്ലംപൊക്കിലെ ഇൽമിൻ്റെ ഓഫീസുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.